മാക്ബത്ത് പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച കൃഷ്ണ രചിച്ച അലങ്കോലം പലകാലം എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടക്കുന്നത്. പ്രകാശനം ചെയ്യുന്നത് ഹണി ഭാസ്കരൻ, സ്വീകരിക്കുന്നത് MA ഷഹനാസ്. ഏവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരനടക്കമുള്ള ചടങ്ങിലെ അതിഥികളെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം പറയുന്നതിന് വേണ്ടി എഴുത്തുകാരി ശ്രീമതി ശ്രീനയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മാക്ബത്ത് പബ്ലിക്കേഷൻ 5ാം വർഷത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വിജയകരമായിട്ട് ഒരു സ്ത്രീ തൻ്റെ ജീവിത ലക്ഷ്യം എന്നുള്ള രീതിയിൽ കയ്യൊപ്പ് ചാർത്തിയ മാക്ബത്താണ്. എൻ്റെ ഷേക്സ്പീരിയൻ ലേഡിയാണ്. കാരണം എല്ലാവരും ആ ഒരു പേരിടാൻ പോലും ഭയപ്പെടുമായിരുന്നു. അതിലാണ് മാക്ബത്ത് എന്നുള്ള പേരിടാൻ ദുരന്തം പോലെ ഭയപ്പെടുന്ന സമയത്ത് ധൈര്യത്തോടു കൂടി ആ പേര് ഏറ്റെടുത്ത് 5 വർഷമായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു നിൽപ്പേ. അറിയാമല്ലോ, പബ്ലിഷിംഗ് മേഖലയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പെണ്ണ് എവിടെ വളർന്നു വന്നോ അവിടെ വെച്ച് കടയേറ്റ് വെട്ടിയിടുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് എഴുത്തുകാരിയായിട്ടായാലും പബ്ലിഷറായിട്ടായാലും വളർന്നു വരുന്ന ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് MA ഷഹനാസിൻ്റെ തൊലിക്കെട്ടി വെച്ച് മാത്രം ഇത്രയും പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. ഒന്നും പറയാനില്ല, ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. MA ഷഹനാസിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് അധ്യക്ഷൻ എന്നുള്ളൊരു സംഭവമൊന്നും ഇല്ല. കാരണം അധ്യക്ഷനൊന്നും ഇല്ലാതെ തന്നെ ലൈവായിട്ട് നമ്മൾ അങ്ങോട്ട് നിൽക്കുകയാണ്. ഒരു അധ്യക്ഷൻ്റെ ഒന്നും ഇന്നത്തെ കോളത്തിൽ ഞങ്ങൾ അതങ്ങ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ വേറൊരു രീതിയിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഹണി മേഡത്തിനെ അറിയാലോ, ഹണി ഭാസ്കരൻ. ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും ഈ രണ്ട് പേരുകളും കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ചാനലിലൂടെ എല്ലാം ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ്. പെൺകരുത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ് ഹണി ഭാസ്കരൻ. 20ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് ഭയങ്കരമായിട്ട് നമ്മളുടെ കാമനകളുടെ മാനിഫെസ്റ്റോയും അവിഹിത പുസ്തകമൊക്കെ നല്ല രീതിയിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ എഴുതാൻ കഴിവുള്ള, പ്രതികരിക്കാൻ ശേഷിയുള്ള, തൻ്റെ ഇടമുള്ള, നട്ടലുള്ള ഇങ്ങനത്തെ സ്ത്രീകളെ, വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ പറ്റിയതിനെ ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു. ഹണി ഭാസ്കരനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരൻ കൃഷ്ണയുടെ 2ാമത്തെ ബുക്കാണിത്. ആദ്യത്തേതൊരു കവിതയായിരുന്നു. രണ്ടാമത്തേത് ഇതൊരു ഓർമ്മക്കുറിപ്പുകളല്ല, ഒരു അനുഭവക്കുറിപ്പുകളാണ്. കാരണം പുസ്തകത്തിന്റെ പേര് തന്നെ ഭയങ്കര വെറൈറ്റി അല്ലേ, അലങ്കോലം പലകാലം. നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമ്മളുടെ ജീവിതം തന്നെ ഭയങ്കരമായിട്ട് അലങ്കോലപ്പെട്ട് പല കാലങ്ങളിലാണ് നമ്മൾ അലങ്കോലപ്പെടുന്നത്. പല കാലങ്ങളിൽ, പല വേഷങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല പ്രായത്തിലായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് അത്രത്തോളം മുറിവേറ്റിട്ടാണ് ആ ഒരു പേര് തന്നെ ഉണ്ട്, അലങ്കോലം പല. അത്രത്തോളം മുറിവേറ്റിട്ടായിരിക്കും ആ എഴുത്ത്. തീർച്ചയായിട്ടും ഇത് വായിക്കണം. മുറിവേറ്റവനോ അല്ല മുറിവേറ്റവൾക്കോ ശക്തമായിട്ട് എഴുതാനുള്ള ഭാഷ അവർക്കേ ഉണ്ടാകത്തുള്ളൂ. അവർക്ക് പ്രതികരണശേഷി പോലും ശക്തമായിട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പം കൃഷ്ണയുടെ ഈ ബുക്കിന് ഇന്ന് റിലീസിങ് ചടങ്ങിലേക്ക് കൃഷ്ണയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് നമ്മളുടെ ഈ ബുക്ക് പ്രകാശനം ചെയ്യുന്നത് ഹണി ഭാസ്കരനാണ്. ഏറ്റുവാങ്ങുന്നത് MA ഷഹനാസ് തന്നെ ആകണമെന്ന് കൃഷ്ണയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ അധ്യക്ഷയെ മാറ്റിവെച്ചിട്ട് പുസ്തകം സ്വീകരിക്കാനായിട്ട് ഷഹനാസ് മേഡത്തിനെ തിരഞ്ഞെടുത്തത്. പിന്നെ ആശംസകൾ അർപ്പിക്കാനായിട്ട് ഡോക്ടർ സുകേഷ് സാറാണ്. ഡോക്ടർ സുകേഷ് സാറ് PRS ഹോസ്പിറ്റലിലെ തിരക്കിട്ട ഡോക്ടറാണ്. പിന്നെ കവിതാ ലോകത്തൊക്കെ ഭയങ്കര സജീവമായിട്ടുണ്ട്. 5-6 സിനിമകൾക്കൊക്കെ ഗാനങ്ങൾ, അനൂപ് മേനോൻ്റെയൊക്കെ ഉറ്റ കൂട്ടുകാരനാണ്. സിനിമ ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും അയ്യപ്പൻ്റെ സീസൺ അനുസരിച്ചുണ്ട്. അയ്യപ്പ സീസണിൽ അയ്യപ്പൻ്റെ കീർത്തനങ്ങൾ, ക്രിസ്തീയ സീസണിൽ അതിൻ്റെ കീർത്തനങ്ങളെല്ലാം എഴുതി കവിതകളുടെ ലോകത്തുമൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. സാറിൻ്റെ ഇപ്പം ചിന്തയിലുണ്ട് തോന്നുന്നു കൂമൻ കണ്ണ് ബുക്ക്. സുകേഷ് സാറിന് വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത് എനിക്ക് ഒരുവിധപ്പെട്ടവരെയൊക്കെ പരിചയമുണ്ട്. എല്ലാം ജ്വലിക്കുന്ന സിംഹങ്ങളും മുഖങ്ങളെ, HB കുട്ടി മേഡം, ശ്രീജ നെയ്യാറ്റിങ്കര, നിങ്ങളെല്ലാവരും എനിക്ക് പരിചയമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചടങ്ങിലേക്ക് വന്നിട്ടുള്ള, ക്ഷണിച്ചിട്ടും ക്ഷണിക്കാതെ വന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കുട്ടിയുടെ ബുക്ക് നിറയെ വിറ്റഴിക്കപ്പെടാൻ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് പ്രകാശന ചടങ്ങിലേക്ക് ഹണി മേഡത്തിനെയും ഷഹനാസ് മേഡത്തിനെയും ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്തായിട്ട് ഹണി ഭാസ്കറിനെ വേദിയിലേക്ക് ക്ഷണിച്ചോളുന്നു. വേദിയിലേക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. വളരെ രസകരമായിട്ടുള്ള ഒരു സ്വാഗതമാണ് ഞാനിവിടെ കേട്ടത്. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് വളരെ സ്നേഹത്തിലിരുന്ന് പരസ്പരം മനുഷ്യർ സംസാരിക്കില്ലേ, അതുപോലെ ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ഒരു അഭിവാദ്യം അല്ലെങ്കിൽ പരിചയപ്പെടുത്തൽ കേൾക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഔപചാരികതകൾ യാതൊന്നുമില്ലാതെ നടത്തേണ്ട ഒരു ചടങ്ങുമാണ് കൃഷ്ണയുടെ പുസ്തകം അലങ്കോലം പലകാലം എന്ന് ഞാൻ വിചാരിക്കുന്നു. കൃഷ്ണയെ ഞാൻ ഫേസ്ബുക്കിലെ എഴുത്തുകൾ വഴിയാണ് പരിചയപ്പെടുന്നത്. ജീവിതാനുഭവങ്ങൾ ചില മനുഷ്യരെ ഇരുമ്പുലക്ക പോലെ ആക്കി തീർക്കും. അത്തരത്തിലുള്ള മനുഷ്യർ എഴുതുമ്പോൾ ആ എഴുത്തിന് തീയുടെ ചൂടുണ്ടാവും, ജീവിതത്തിൻ്റെ ചൂരുണ്ടാവും. ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ ഇരുന്നപ്പോൾ കൃഷ്ണയോട് പറയുമായിരുന്നു, ഒരു പുസ്തകം നിറയെ ജീവിതത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിൽ ഒരു വാചകം പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിപ്പോവും. നീ ഒരു പൊടിക്കൊന്നടങ്ങ് ഇങ്ങനെയൊന്നും എഴുതാതെ എന്ന്. അത്ര മനോഹരമായിട്ട് ജീവിതത്തെ തൊടുന്ന രീതിയിൽ, ഹൃദയത്തെ തൊടുന്ന രീതിയിൽ അതിസുന്ദരമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഇവിടെ എന്നെ കേൾക്കുന്ന മനുഷ്യരോട് ഞാൻ പറയുകയാണ്. കൃഷ്ണ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ആമുഖത്തിൽ പറയുന്നുണ്ട്, കനിവ് തേടുന്ന മനുഷ്യരുണ്ടാവും ഇതിൽ, കനിവ് തേടുന്ന അഹങ്കാരികളെന്ന് തോന്നുന്ന മനുഷ്യരും ഉണ്ടാവും ഇതിൽ എന്ന് പറയുന്നത് ഉണ്ട്. ഈ പുസ്തകം ശരിക്കും കനിവിൻ്റെ, അലിവിൻ്റെ, സ്നേഹത്തിൻ്റെ പുസ്തകമാണ്. സ്നേഹം കൊണ്ട് മുറിവേറ്റ മനുഷ്യരുടെ പുസ്തകമാണ്. ഒരുപാട് മെൻ്റൽ സ്ട്രഗിളിലേക്കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട കൃഷ്ണ. മെൻ്റൽ സ്ട്രഗിളിനെ ഒരു സ്ട്രഗിളായിട്ട് കാണാത്ത ഒരു വലിയ ആൾക്കൂട്ടം നമുക്ക് ചുറ്റിലുമുണ്ട് എന്ന് ഏറ്റവും ഒടുവിൽ ഒരു സിനിമാ നടി മെൻ്റൽ സ്ട്രഗിളിനെ അപഹസിച്ചുകൊണ്ട് വേറൊന്നിനെക്കുറിച്ചും വേദനിക്കാൻ ഒന്നുമില്ലാത്ത മനുഷ്യരുടെ ഒരു തമാശയാണ് ഈ മെൻ്റൽ സ്ട്രഗിൾ, ഡിപ്രഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ട് ഒരുപാട് കാലമായിട്ടില്ല. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് മുറിവേൽക്കുന്നത് പോലെ മുറിവേൽക്കുന്ന, അല്ലെങ്കിൽ ഇതാ എനിക്ക് വേദനിക്കുന്നു എന്ന് തൊട്ട് കാണിക്കാൻ പറ്റാത്ത ഒരവയവമായിട്ടാണ് ഹൃദയത്തെ കൃഷ്ണ അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഈ പുസ്തകം മുൻപേ തന്നെ, ഈ പുസ്തകം പബ്ലിഷ് ആവുന്നതിന് മുൻപ് തന്നെ ആദ്യം വായിച്ചിട്ടുള്ള ഒരാളാണ്. ശരിക്കും നമുക്ക് വായിക്കുമ്പോൾ ബ്ലീഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളുടെ മെൻ്റൽ സ്ട്രഗിളാണ് ഈ പുസ്തകം നിറയെ. അതിൽ സ്വന്തം സ്ട്രഗിൾ മാത്രമല്ല, വളരെ സൂക്ഷ്മമായിട്ട് മനുഷ്യരെ കേൾക്കുന്ന, മനുഷ്യരെ കാണുന്ന ഒരാൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. നമ്മൾ എത്ര ആഴത്തിൽ മനുഷ്യരെ നിരീക്ഷിച്ചാലാണ്, എത്ര ആഴത്തിൽ ഹൃദയം കൊണ്ട് ഒരാളെ കേട്ടാലാണ് ഇങ്ങനൊരു പുസ്തകം എഴുതാൻ പറ്റുക എന്നോർത്ത് പലയിടങ്ങളിൽ ഞാൻ ഇടറിപ്പോയിട്ടുണ്ട്, കരഞ്ഞു പോയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ പുസ്തകം വാങ്ങി വായിക്കുമ്പം നിങ്ങൾക്ക് ഞാൻ എത്രമാത്രം ആഴത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് ബോധ്യപ്പെടും. ഈ പുസ്തകത്തിൽ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കോട്ട് ചെയ്ത് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകം നിറയെ നമ്മൾ മനുഷ്യരെ ഓർമ്മപ്പെടുത്തേണ്ട ഒരുപാട് വചനങ്ങളാണ്. സോളമൻ്റെ സങ്കീർത്തനം പോലെയോ ഉത്തമഗീതങ്ങൾ പോലെയോ ഒക്കെ നമുക്ക് എടുത്തു മാറ്റിവെക്കാൻ ഒന്നുമില്ലാത്തത്ര മനോഹരമായിട്ട് ഹൃദയത്തെ തൊടുന്ന രീതിയിലുള്ള വാക്കുകളാണ്. എങ്കിലും ചില വരികളിലൂടെ ഞാനൊന്ന് കടന്നു പോവാം. കൃഷ്ണയെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നീ ഏറ്റ മുറിവും നീ ഏറ്റ ചതവും കടന്നു വന്ന കനലും കാർന്നു തിന്ന ഇരുളും ഒരിക്കലും അറിയാത്തിടത്തോളം എന്ത് ഞാൻ പറയാൻ നിന്നെ പറ്റി എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന് റിവീല് ചെയ്യാൻ, ഉണക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മുറിവ് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ മുറിവാണ്. ഇതിലും മനോഹരമായിട്ട് ആ വേദനയെ ഒരു മനുഷ്യന് അടയാളപ്പെടുത്തി വെക്കാൻ സാധിക്കില്ല. ഇന്ന് രാവിലെ എനിക്കൊരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് ഇൻ്റർവ്യൂവർ എന്നോട് ഈ സോഷ്യൽ അറ്റാക്കിനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീയെ
സോഷ്യൽ ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശത്രുക്കൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ സ്ത്രീയെക്കുറിച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കഥകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് വളരെ പെട്ടെന്ന് മനുഷ്യരിലേക്ക് എത്തിപ്പെടുകയും നമ്മൾ പുരോഗമനം പ്രസംഗിക്കുകയും ഫെമിനിസം പ്രസംഗിക്കുകയും മനുഷ്യത്വത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ചെയ്യുമ്പോൾ പോലും ഇതിൽപ്പെടുന്ന മെജോറിറ്റി മനുഷ്യർ പോലും മറ്റൊരു സ്ത്രീയുടെ കഥ കേൾക്കുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കാതെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന മനുഷ്യരാണ് എന്ന് ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ അധ്യായത്തിൽ കൃഷ്ണ പറഞ്ഞു വെക്കുന്നത് അതിനെ ഇങ്ങനെയാണ്: ഒരാളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കാൻ കഴിയുന്നത് അയാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കിക്കൊണ്ടാണ്. തെറി പറയുകയോ തല്ലുകയോ സ്വത്ത് കൈക്കലാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ഡാമേജ് ഉണ്ട് അതിന്. ഒരാൾ പറയാത്ത, ചെയ്യാത്ത, ചിന്തിക്കാത്ത കാര്യങ്ങൾ അയാൾ പറഞ്ഞു, ചെയ്തു എന്നൊക്കെ അയാളില്ലാത്ത, അയാൾ വരാൻ സാധ്യതയില്ലാത്ത സ്പേസുകളിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ അത് പതിയെ സ്പെക്കുലേറ്റ് ആവുകയും അയാൾക്ക് തുടർന്ന് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. കഥയുടെ ആംഗിൾ മാറ്റിയാൽ നമ്മുടെ സൗകര്യത്തിന് ആർക്ക് എന്ത് പരിവേഷവും കൊടുക്കാൻ പറ്റുമല്ലോ. ഒരു നുണ 10 വട്ടം പറഞ്ഞാൽ സത്യമാവും എന്ന സിമ്പിൾ ലോജിക്ക് പോലെ അത് പിന്നെ പടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഈ വാചകം എടുത്ത് ഇപ്പം പറയാനൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട്. ഇന്ന് നേരത്തെ ഇവിടുത്തെ സ്വാഗതം പറഞ്ഞ സ്ത്രീ പറഞ്ഞതുപോലെ ഇന്ന് ഞാനും ഷഹനാസും ഇങ്ങനെ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു MLA അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസമാണ്. അങ്ങനെ ഒരു വാർത്ത കേട്ടാണ് ഇന്നത്തെ പ്രഭാതം ഞാൻ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് തിരിച്ച് നിയമസഭയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ചുറ്റും മൈക്കുമായിട്ട് ഒരു വലിയ ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിനുശേഷം എൻ്റെ വാട്സപ്പിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അയച്ചു തന്ന മെസ്സേജ് ഞാനും ഷഹനാസും കൂടി ഇരുന്നിട്ട് വായിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഈ പേവേർട്ടുകളുടെ കൂട്ടം പ്രതികരിക്കുന്ന ഒരു സ്ത്രീയെ ഒതുക്കാൻ വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. 3 ഡിവോഴ്സ് കഴിഞ്ഞ സ്ത്രീയാണ് ഞാനെന്നൊക്കെയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഈ കൃഷ്ണ പറഞ്ഞിരിക്കുന്ന ഒരു സോഷ്യൽ ഡാമേജ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഒരാളെ ഡാമേജ് ചെയ്യാൻ ഏറ്റവും എളുപ്പം സാധിക്കുക അയാളുടെ ക്യാരക്ടർ അസാസിനേഷൻ അയാളെ നടത്തുക, അതല്ലെങ്കിൽ നുണകളുടെ ഒരു കൊട്ടാരം പണിത് ആ സ്ത്രീയെ ഡാമേജ് ചെയ്ത് പ്രതികരിക്കുന്ന. നേരത്തെ സ്വാഗതം പറഞ്ഞ ആൾ തന്നെ പറഞ്ഞല്ലോ, ഈ പ്രതികരണ ശേഷിയെക്കുറിച്ച് ഇതൊന്നും താനേ ഉണ്ടായി വരുന്നതല്ല, ഒരുപാട് മുറിവുകളിൽ നിന്ന് സംഭവിക്കുന്നതാണ്. ഞാനായാലും ഷഹനാസ് ആയാലും ഞങ്ങൾക്കൊന്നും വേദനിക്കാഞ്ഞിട്ടല്ല, പക്ഷേ ഇത്തരം നുണക്കഥകൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോഴും മുന്നോട്ട് നയിക്കുന്ന ഒരു വെളിച്ചം എന്ന് പറയുന്നത് ഞാനോ അവളോ അല്ലെങ്കിൽ എച്ച്മക്കുട്ടി മുൻപിൽ ഇരിക്കുന്നുണ്ട്. പ്രതികരണശേഷി കൂടിപ്പോയതിൻ്റെ പേരിൽ ഒരുപാട് വേദികൾ നഷ്ടപ്പെട്ടിട്ടുള്ള മലയാള സാഹിത്യത്തിലെ ഗംഭീരമായ ഭാഷയിൽ എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ്. അവരുടെ ജീവിതമാണ് അവരുടെ ഏറ്റവും നല്ല പുസ്തകം എന്ന് പറയുന്നത്. അവർക്ക് പലപ്പോഴും വേദികൾ കിട്ടാറില്ല. അവരെന്തെങ്കിലും നീതികേട് ഈ സമൂഹത്തോട് ചെയ്തതിൻ്റെ പേരിലുമല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ മാനിപ്പുലേഷൻ സ്ത്രീകൾക്കുണ്ടാക്കുന്ന ഡാമേജുകളെ കുറിച്ചാണ്. അത് കൃഷ്ണ അത് വളരെ ഗംഭീരമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. മറ്റൊന്ന്, പൊളിഞ്ഞതെല്ലാം ഒഴിവാക്കി സ്വയം റീബിൽഡ് ചെയ്തു തുടങ്ങുമെന്ന് പറയുന്ന ഒരു അധ്യായമാണ്. എത്ര തോറ്റു കഴിഞ്ഞിട്ടാവും മനുഷ്യരൊന്ന് ജയിച്ചു തുടങ്ങുന്നത്? എത്ര അപഹാസ്യരായിട്ട്, എത്ര പുറത്താക്കപ്പെട്ട്, എത്ര പറ്റിക്കപ്പെട്ടതിന് ശേഷമാവും മനുഷ്യരൊന്ന് ജീവിച്ചു തുടങ്ങുന്നത്? മനുഷ്യരെല്ലാം നല്ലവരാണെന്ന് എന്നാണ്. ചുറ്റും ഒരുപാട് നീതികേടുകൾ നടക്കുമ്പോൾ പോലും പലവട്ടം വീണിട്ടുള്ള കൃഷ്ണ, ചുറ്റുമുള്ള പ്രിയപ്പെട്ട മനുഷ്യരിൽ നിന്ന് പലവട്ടം പരിക്കേറ്റിട്ടുള്ള കൃഷ്ണ വീണ്ടും പറയുകയാണ് മനുഷ്യരൊക്കെ നല്ലവരാണെന്നേന്ന്. എത്ര നന്മയുള്ള ഒരു എഴുത്താണെന്ന് നോക്കൂ. തന്നെ മുറിവേൽപ്പിച്ച മനുഷ്യരെ പോലും സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അയാളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഇത്ര സത്യസന്ധമായിട്ട് ഒരു പുസ്തകത്തെ തൊടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൽ കുറേ പേജുകൾ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. എന്നെ ടച്ച് ചെയ്ത കുറേ വാക്കുകളാണ്. മരിക്കാൻ ശ്രമിച്ചു കയ്യിലോ കഴുത്തിലോ പാടവശേഷിച്ച് തിരിച്ചു വന്ന ഒരാൾക്ക് കൂട്ടിരിക്കാൻ അല്പം പ്രയാസമാണ്. സംസാരം ശ്രദ്ധിക്കണം. ഒരുപാട് ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ് അയാൾ തളരരുത്. പഴയത് പറഞ്ഞ് കുറ്റപ്പെടുത്തിയതുപോലെ തോന്നരുത്.
മൗനത്തിൽ സ്വയം ഒരു ബാധ്യതയാണോ ഞാനെന്ന് ഒരു നിമിഷം പോലും അയാൾക്ക് ഓർക്കരുത്. സ്വയം തോറ്റുപോയോ എന്ന് നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നും അടിവരയിടരുത്. പ്രായോഗികത പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ രണ്ടാമതൊരിക്കൽ കൂടി പഴുതുകളില്ലാതെ ചാകാൻ കോപ്പുകൂട്ടി പ്രേരിപ്പിക്കരുത്. എനിക്കിത് വായിക്കുമ്പോൾ എൻ്റെ ഒച്ചയിടറുന്നുണ്ട്, എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എനിക്കറിയാം കൃഷ്ണ ഇത് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഏന്തിയെടുത്തിട്ടുള്ള ഒരേടായിട്ടാണ് കൃഷ്ണ ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് എന്ന്. ജീവിതത്തിൽ അങ്ങനെ പലവട്ടം കൃഷ്ണ വീണ്ടുപോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇടയ്ക്ക് എപ്പോഴോ കൃഷ്ണയുടെ ജീവിതത്തെ അറിയുമ്പോൾ ചില രാത്രികളിലെങ്കിലും കൂട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. മനുഷ്യരെ ഒരു കയ്യകലത്തിൽ നിർത്തുക. അവർ പ്രിയപ്പെട്ടവരല്ലാഞ്ഞിട്ടോ നിങ്ങൾ ഭയങ്കര സോഫ്റ്റിസ്റ്റിക്കേറ്റഡ് ആയതുകൊണ്ടോ ഒന്നുമല്ല. ബന്ധങ്ങൾ മുറിയും, എന്തായാലും മുറിയുമ്പോൾ എന്തോ അറ്റുപോയ പോലെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരരുത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ ഇന്നലെ കടന്നു പോയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തുടർന്ന് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ജീവിതത്തിൽ പലവട്ടം വീണുപോയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ സമയത്തൊക്കെ എന്നെ കരുതലോടെ തൊട്ട കുറച്ച് മനുഷ്യർ അടുത്തുണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആണ് ഞാൻ. 5-6 നല്ല മനുഷ്യരാൽ പോസിറ്റിവിറ്റി നെയ്തുകൂട്ടുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം പുസ്തകങ്ങളെ തൊടുമ്പോൾ ഹൃദയം കൊണ്ട് മാത്രമേ എനിക്ക് സംസാരിക്കാനോ പറയാനോ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ ഒരു ചാപ്റ്റർ ആ വരികൾ വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചില മനുഷ്യരെ കാണുമ്പോൾ തോന്നും അവർ കുറേ കൂടിയൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന്. നന്നായി ജീവിക്കാൻ, തിരിച്ചറിയപ്പെടാൻ, സ്നേഹിക്കപ്പെടാൻ, സമാധാനത്തോടെ ഇരിക്കാൻ. വൃത്തിയായി എഴുതിയ തോമസ് ചാക്കോയുടെ ഉത്തരക്കടലാസിൽ രാവുണ്ണി മാഷ് ചുവപ്പ് കൊണ്ട് വെട്ടിയ പോലെ പലരെയും ജീവിതം ജീവിക്കാൻ അനുവദിക്കാഞ്ഞിട്ടാണ്. എൻ്റെ മുന്നിലിരുന്ന് എന്നെ കേൾക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവും, നമ്മളൊക്കെ പലയിടങ്ങളിലും കുറെ കൂടെ ആദരവും കുറെ കൂടെ കരുണയും അലിവും ഒക്കെ അർഹിക്കുന്ന മനുഷ്യരാണ്. പലപ്പോഴും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കൂട്ടം നമ്മളെ ജീവിക്കാൻ അനുവദിച്ചിട്ടാണ്. ഈ നന്മയുടെ പുസ്തകം, ഈ സ്നേഹത്തിൻ്റെ പുസ്തകം എല്ലാ മനുഷ്യരിലേക്കും എത്തട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥതയോടെ ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു പേജിൽ ഇടറി വീഴാതെ നിങ്ങൾക്ക് ഈ വായനയെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ജീവിത ഗന്ധിയായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒരു എഴുത്തുകാരനോട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുന്നത് അയാളുടെ പുസ്തകം വില കൊടുത്ത് വാങ്ങി വായിച്ച് നിങ്ങളുടെ നല്ലതായാലും മോശമായിട്ടായാലുമുള്ള അഭിപ്രായം അയാളെ അറിയിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കൃഷ്ണയെ ഏറ്റവും ക്ലോസ് ആയിട്ട് ഹൃദയത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരിൽ ഒരാളായിട്ട് പ്രിയപ്പെട്ട കൃഷ്ണയെ അടയാളപ്പെടുത്തുന്നു. നന്ദി, സ്നേഹം. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഞാൻ നോക്കിയപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും കണ്ണു തുടയ്ക്കുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് അതേ അവസ്ഥയിലാണ്. അപ്പം ഈ സുഗതകുമാരി ടീച്ചർ പറഞ്ഞ പോലെ കൃഷ്ണ നീ എവിടെയെന്നൊക്കെ ചോദിക്കാൻ തോന്നുന്നുണ്ട്. ഇത്രയൊക്കെ എഴുതിയ കൃഷ്ണ ഇതുവരെ എവിടെയായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. വാക്കുകൾ കൊണ്ട് കരയിപ്പിക്കുന്നു ഹണി മേഡം. ഒരുപാട് സന്തോഷം. എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുറിവേറ്റവരാണ് നമ്മളെല്ലാവരും. തളർന്നും ചാഞ്ഞും ഒക്കെ വീണുപോയവരാണ്. കയറി വരാനായിട്ട് ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ല, എന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും അതേ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. മനസ്സ് വല്ലാതെ പതറിപ്പോകുന്നു. ഈ പുസ്തകത്തെ പറ്റി 2 വാക്ക് സംസാരിക്കാനായിട്ട് പുസ്തകം ഏറ്റുവാങ്ങിയ മാക്ബത്ത് പബ്ലിഷേഴ്സിന്റെ ഉടമ ശ്രീമതി M.A. ഷഹനാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. മാക്ബത്ത് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച അലങ്കോലം പലകാലം കൃഷ്ണയുടെ 2ാമത്തെ പുസ്തകമാണ്. ഈ പുസ്തകം ഉണ്ടാകുന്നത് ഓരോ സമയങ്ങളിൽ കൃഷ്ണ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട കുറിപ്പുകൾ ഞങ്ങൾ ശേഖരിച്ചെടുത്ത് പുസ്തകമാക്കിയതാണ്. ആദ്യമായിട്ട് കൃഷ്ണ മരണത്തെക്കുറിച്ചൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടപ്പോൾ അത് വായിച്ചപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു മനുഷ്യൻ ജീവൻ കളയാൻ ആഗ്രഹിക്കുന്നു, മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കൃഷ്ണയുടെ ഇൻബോക്സിൽ പോയിട്ട് മെസ്സേജ് അയക്കുന്നത്. നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചിട്ട്. അതിനുശേഷം ഓരോ സമയങ്ങളിൽ
ഞാൻ സംസാരിച്ചിട്ടുണ്ട് കൃഷ്ണയോട്. മാത്രമല്ല അവൻ എഴുതുന്ന, അവൻ പറയുന്ന ഓരോ കാര്യങ്ങളിലും ചിലപ്പോഴൊക്കെ ഞാനും കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്, കൃഷ്ണ, നീ എഴുതിയ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ നമുക്കൊരു പുസ്തകമാക്കണം. ഇത് വായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, ഇതുപോലെ സമാന അനുഭവങ്ങളുള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട്. നമുക്കിത് ഒരു പുസ്തകമാക്കണം എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ വർഷങ്ങൾ തുടങ്ങി കൃഷ്ണയ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ ഓരോ മാനസിക സംഘർഷങ്ങളിൽ പെടുന്ന സമയത്ത് അതിന് അത്രയും ജീവൻ നൽകി എഴുതി ഉപേക്ഷിച്ച വരികളാണ് ഓരോന്നും. അത് പുസ്തകമാക്കണമെന്ന് നിർബന്ധമില്ല, എനിക്കതിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനാണത് നിർബന്ധിച്ച് അത് ഫേസ്ബുക്കിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഞങ്ങളൊരു പുസ്തകമായിട്ട്, ഇനിയും എനിക്ക് തോന്നുന്നു ഈ ഒരു പുസ്തകം ഇത്രയും വലിപ്പത്തിൽ നമ്മളിവിടെ എത്തിക്കുമ്പോഴും ഇനിയും ഇതിൽ ഒരുപാട് കുറിപ്പുകൾ ആഡ് ചെയ്യാൻ ചിലപ്പോൾ ഇനിയും പരിശോധിച്ചാൽ കൃഷ്ണയുടെ ഫേസ്ബുക്കിൽ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ പുസ്തകമാക്കി മുന്നോട്ട് വയ്ക്കാൻ നിൽക്കുന്ന സമയത്താണ് നേരത്തെ പ്രിയപ്പെട്ട ഹണി ഭാസ്കരൻ പറഞ്ഞതുപോലെ ഒരു സെലിബ്രിറ്റി, ഒരു സിനിമാ നടി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്, ഇന്ന് കാണുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത് പണ്ട് നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ള വട്ടാണ് എന്നും ഭ്രാന്താണെന്നും ഒക്കെ പറഞ്ഞ് ചിരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് മാനസികാവസ്ഥയിലൂടെ പല വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്രഷനുകളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ട് എന്നും അതൊക്കെ അനുഭവിക്കുന്ന ഓരോ മനുഷ്യരുണ്ട് എന്നും സത്യം പറഞ്ഞാൽ അതിനെ ആധികാരികമായി പറയാനോ അടയാളപ്പെടുത്താനോ ഉള്ള ഒരു ജ്ഞാനമില്ലാത്തൊരു വ്യക്തിയാണ് ഞാനടക്കമുള്ള നമുക്ക് മുന്നിലിരിക്കുന്ന ചില ആളുകളൊക്കെ. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ ചിലപ്പോൾ നമുക്കൊന്നും സാധിക്കില്ല. പക്ഷെ നമ്മളൊക്കെ ഓരോ തരത്തിൽ ഓരോ സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ആ ഒരു സിനിമാ നടി പറഞ്ഞതും അതിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെയൊക്കെ ഒരു പ്രതികരണം വന്നതുമൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന്, കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ഒരു പുരുഷനാണ്. പലപ്പോഴും സ്ത്രീകൾക്ക് എല്ലാ മാസവും ആർത്തവം ഉണ്ടാകുന്നു, അതിനോടനുബന്ധിച്ച് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ പലപ്പോഴും ക്ലീശേ പോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വീട്ടിനകത്താണെങ്കിലും ഒരു സ്ത്രീക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് ആർത്തവത്തിനോടനുബന്ധിച്ച് ആ ഒരു സമയത്തുണ്ടാകുന്ന മെൻ്റൽ പ്രോബ്ലം അനുസരിച്ച് മരിക്കാൻ വരെ തോന്നുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇതൊക്കെ എല്ലാ മാസവും നിനക്കുണ്ടാവുന്നതല്ലേ, ഈ വേദനയും ഈ ഡിപ്രഷനും ഒക്കെ നിനക്ക് എല്ലാ മാസവും ഉണ്ടാവുന്നതല്ലേ എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അത് സ്ത്രീകളുമുണ്ട്. ഇതിലൊക്കെ വലിയ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട്. ആ കൂട്ടത്തിലിരുന്ന് സ്ത്രീകളുടെ ആ അവസ്ഥയെ പോലും അഡ്രസ്സ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് കൃഷ്ണ എന്നുള്ളത് ഒരുപാട് അഭിമാനമുണ്ടാക്കുന്നു. പല അവസ്ഥകളിലൂടെ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ നമ്മുടെ സമൂഹത്തിൽ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതിനൊപ്പം നിൽക്കാൻ കൃഷ്ണ ഹണിയെയും ഞാൻ കൃഷ്ണയോട് പറഞ്ഞു, ഈ പുസ്തകം സ്വീകരിക്കാൻ ഞാൻ വേണ്ട, കാരണം ഞാനാണ് ഇതിൻ്റെ പബ്ലിഷർ. അപ്പോൾ ഞാനിതിനൊരു സ്വീകരിക്കുന്ന ഒരാളാവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണയുടെ താല്പര്യമായിരുന്നു ഈ പുസ്തകം ഹണി ഭാസ്കരൻ പ്രകാശനം ചെയ്ത് ഷഹനാസ് സ്വീകരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചു മറ്റൊരു കാര്യം, എപ്പോഴും നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നു, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, പുരുഷന്മാരെ മുഴുവൻ മോശപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം ഞങ്ങളെ ആക്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു പുരുഷവിരോധികളായിട്ടൊന്നുമല്ല. എല്ലാ പുരുഷന്മാരും മോശമാണെന്ന് എവിടെയും ഞങ്ങൾ പറയാറുമില്ല. എൻ്റെ സൗഹൃദ വലയത്തിൽ ചിലപ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണുള്ളത്. അതേ അനുഭവമാണ് എനിക്ക് തോന്നുന്നു ഹണി ഭാസ്കരനും ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ത്രീയിലും പുരുഷനിലും തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്. അത് പക്ഷേ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കേണ്ടത് സ്ത്രീകളെ എപ്പോഴും നിങ്ങൾ പറയുന്ന അബല എന്നും അതല്ലെങ്കിൽ ഏറ്റവും നിങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് സംസാരിക്കാൻ വരുമ്പോൾ അവർക്കൊരു ഉടലുണ്ട് എന്നും ഉടലിനകത്ത് നിങ്ങളെയൊക്കെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ പലതരത്തിൽ മോശം കമൻറ്റുകൾ പറയാൻ പറ്റുന്ന പലതും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവർക്കൊപ്പം നിൽക്കേണ്ടി വരുന്നുണ്ട്. കുട്ടികൾക്കൊപ്പം നിൽക്കേണ്ടി വരുന്നു, സ്ത്രീകൾക്കൊപ്പം നിൽക്കേണ്ടി വരുന്നു എന്ന് കരുതി ഞങ്ങളൊരു പുരുഷവിരോധികളല്ല, പുരുഷനൊപ്പം നിൽക്കുകയുമല്ല, പുരുഷനൊപ്പം നിൽക്കാതിരിക്കുകയുമല്ല. ഇത് ഞങ്ങൾ പുരുഷനൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊരു ചേർത്ത് പിടിക്കൽ കൂടിയാണ് കൃഷ്ണ എന്ന എഴുത്തുകാരൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. കൃഷ്ണയുടെ അലങ്കോലം പലകാലം ഡിപ്രഷനുകളുടെ മാത്രം പുസ്തകമാണ് എന്ന് നിങ്ങൾ കരുതരുത്. സ്നേഹത്തെക്കുറിച്ച്, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ ആ മനുഷ്യരെ നമ്മൾ അഗാധമായി സ്നേഹിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഏൽക്കുന്ന മുറിവുകളെക്കുറിച്ച്, അതിനെ കാലാകാലം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിച്ച് മരിക്കുന്ന മനുഷ്യരെ കുറിച്ച് തുടങ്ങി ഒരുപാട് കൃഷ്ണ
അനുഭവിച്ച് വന്ന ജീവിത കുറിപ്പുകളാണ്. അത് നിങ്ങളൊക്കെ ഓരോ പേജ് വായിക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നാം ഞാനൊക്കെ ഇതിലുണ്ട് എന്ന്. വായിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. വായിക്കുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയുക. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിലുള്ള അഭിമാനം മാക്ബത്ത് പബ്ലിക്കേഷൻസിനുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രിയപ്പെട്ട ആളുകളാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും പുസ്തകം ഏറ്റുവാങ്ങിയെങ്കിൽ പോലും ഞാൻ മാക്ബത്ത് പബ്ലിക്കേഷൻസിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അലങ്കോലം പലകാലത്തിന് ആശംസകൾ അർപ്പിക്കാൻ ഡോക്ടർ സുകേഷ് ആർഎസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ യാദൃശികമായി പുസ്തകോത്സവത്തിൽ വന്നപ്പോൾ പ്രിയ സുഹൃത്ത് ശ്രീന പറഞ്ഞാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത് അറിഞ്ഞതും. അതുകൊണ്ട് എനിക്ക് നേരത്തെ ഈ പുസ്തകം വായിക്കാൻ സാധിച്ചില്ല. ഞാനിന്ന് മേടിച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഷഹനാസ്, ഞാൻ ഇത്തവണയാണ് ആദ്യമായിട്ട് ഷഹനാസിനെ പരിചയപ്പെടുന്നത് പോലും. എൻ്റെ രണ്ടാമത്തെ പുസ്തകം ഒലിവ് പബ്ലിക്കേഷൻസിൻ്റെ പിഞ്ചു താരകം അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒലിവിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് എല്ലാവിധ സഹായങ്ങളും കോഴിക്കോട്ട് നിന്ന് ചെയ്തു തന്ന വ്യക്തിയാണ് ഷഹനാസ്. അപ്പോൾ ഷഹനാസിൻ്റെ മാക്ബത്ത് പബ്ലിക്കേഷൻസിലൂടെ വന്ന ഈ പുസ്തകം, ആ പുസ്തകത്തിന് വേണ്ടി ആശംസ പറയാൻ എനിക്ക് ലഭിച്ചതൊരു വലിയ സന്തോഷമായിട്ട് ഞാൻ കരുതുക. മറ്റൊരു കാര്യം, ഇവിടെ ശ്രീമതി ഹണി പറഞ്ഞതുപോലെ ഈ അലങ്കോലം പലകാലം ഒരു വൈകാരികമായിട്ടൊരു പുരുഷ എഴുത്തുകാരൻ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തും അത് വായിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. കാരണം പുരുഷന്മാർ അങ്ങനെ അവരുടെ വികാരങ്ങൾ അങ്ങനെ വൈകാരികമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാൾക്കാരല്ല. പലതും മറച്ചു വയ്ക്കുന്ന കൂട്ടത്തിലാണ് പുരുഷന്മാരെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് എഴുതി അത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഈ അലങ്കോലം പലകാലം വായിക്കപ്പെടുന്ന ആത്മാക്കളെ അലങ്കോലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത് ഒരുപാട് വായനകളിൽ വരികയും ചർച്ചകളിൽ വരികയും അങ്ങനെ ചെയ്തുകൊണ്ട് ഇന്ന് ഷഹനാസ് ഒറ്റമരമായി നിന്ന് വളർത്തിക്കൊണ്ടുവരുന്ന മാക്ബത്ത് പബ്ലിക്കേഷൻസിന് കൂടി അതൊരു വലിയ മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങുകൾ അവസാനത്തിലേക്ക് കടക്കുകയാണ്. നന്ദി പറയാനായിട്ട് എഴുത്തുകാരൻ കൃഷ്ണയെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ ഇമോഷണലായ ഒരു മൊമെൻ്റാണ് ഇവർ രണ്ടുപേരും സംസാരിച്ചതിൽ. ആ പുസ്തകത്തിൽ ഞാൻ കടന്നു പോയിട്ടുള്ള അവസ്ഥകളുണ്ട്. അത് അത്രയും ഡെപ്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹണിയും ഷഹനാസൊക്കെ സംസാരിച്ചത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇമോഷണലായ ഒരു നിമിഷമാണ്, സർറിയലായിട്ടുള്ളൊരു നിമിഷമാണ്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പുസ്തകം എഴുതും, അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പേരിലൊരു വേദിയിൽ ഞാൻ നിൽക്കും, ഒരു പരിപാടി ഉണ്ടാവും, ചടങ്ങുണ്ടാവും എന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. തലയിൽ തേങ്ങ വീഴുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിലൊരു പട്ടി ഓരിയിടാറുണ്ട്. അതിനൊരു ക്രമമുണ്ടായത് കൊണ്ട് ആളുകൾ അതിനെ കവിതയെന്നും വിളിക്കാറുണ്ട് എന്നതുകൊണ്ട് മാത്രം കവിതകൾ സംഭവിച്ചു, ഒരു പുസ്തകം സംഭവിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഷഹനാസിനെ പരിചയപ്പെടുന്നു, ഹണിയെ പരിചയപ്പെടുന്നു. പ്രപഞ്ചമേ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഇമോഷനുകൾ, സെൻസിറ്റീവായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ വളരെ സെൻസിറ്റീവായ ഒരു മനുഷ്യനാണ്. അപ്പം എന്നെ ടച്ച് ചെയ്ത കാര്യങ്ങൾ, അതിനെപ്പറ്റിയെല്ലാം എഴുതിയിരുന്ന ഫേസ്ബുക്ക് കുറിപ്പുകൾ അത് പിന്നീടൊരു പുസ്തകമായിട്ട് വരുന്നു. ഇത് വളരെ യാദൃശ്ചികമായ ഒരു സംഭവമായിട്ട് ഇത് സംഭവിക്കേണ്ടതായിരിക്കാം. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഈ ഒരു മൊമെൻറ്റിന്. എന്താ അതിനെപ്പറ്റി എനിക്ക് പറയേണ്ടതെന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല. പിന്നെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഹണിയും ഷഹനാസുമാണ് ഇത് പ്രകാശനം ചെയ്യുന്നതും ഏറ്റുവാങ്ങുന്നതും. അപ്പോൾ ഹണിയും ഷഹനാസും ഒന്ന് പേരെടുത്ത് പറയുമ്പോൾ ഞങ്ങൾ സമപ്രായക്കാരോ ഒരേ തരക്കാരോ ഒന്നും ആയിട്ടല്ല, അവരുടെ ക്വാളിറ്റി കൊണ്ട് അവരെനിക്ക് തരുന്ന ഒരു സ്പേസാണത് അങ്ങനെ വിളിക്കാനുള്ള. അപ്പോൾ അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. സാഹിത്യപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വളരെ മാതൃകാപരമായിട്ട് ഇടപെടുന്ന രണ്ട് മനുഷ്യരാണ് ഇതിൻ്റെ പ്രകാശനത്തിൽ. പിന്നെ പുസ്തകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അധികം സംസാരിക്കുന്നില്ല. പേര് പോലെ തന്നെ അലങ്കോലം പലകാലം. ഇപ്പോൾ വീണ്ടും ഞാൻ വളരെ അലങ്കോലമായിട്ടുള്ളൊരു കാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് മാത്രമാണ്. സെൻസിറ്റീവ് ആയിരുന്ന എനിക്കുണ്ടായിരുന്ന എൻ്റെ ഇമോഷൻസ്, ചുറ്റുപാടുമുള്ള മനുഷ്യർ, സാമൂഹികപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു റിവ്യൂ വരേണ്ടത്. അനുഭവക്കുറിപ്പുകളുടെ ഒരു പുസ്തകമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എനിക്ക് വളരെ പ്രിയപ്പെട്ട മനുഷ്യരോട് വന്നിട്ടുണ്ട്, വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും നന്ദി. പ്രകാശനം ചെയ്ത ഹണിക്കും
ഏറ്റുവാങ്ങിയ ഷഹനാസിനും സീനേച്ചിക്കും സുകേഷ് ചേട്ടനും എല്ലാ മനുഷ്യർക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മനുഷ്യർക്കും ഔപചാരികമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്നേഹം. പുസ്തകം വായിക്കപ്പെടട്ടെ.